സജി ചെറിയാന് ഇപ്പോൾ മന്ത്രിസഭയിൽ തുടരുന്നതിന് തടസ്സമില്ലെങ്കിലും അന്നുയർന്ന അതേ പ്രശ്നങ്ങൾ ഇപ്പോഴും ഉയരും. ധാർമ്മികതയുടെ വിഷയമുണ്ടാവും. ഭരണഘടനയെ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്തൊരു മന്ത്രി ഭരണഘടനയെ അവഹേളിച്ചു എന്നതിൻ്റെ പേരിൽ ഒരു അന്വേഷണം നേരിടുമ്പോൾ ആ സ്ഥാനത്ത് തുടരാൻ കഴിയുമോ എന്നത് വളരെ പ്രസക്തമായ ചോദ്യമാണ്. ശ്യാം. ഡോക്ടർ അരുൺകുമാർ, അങ്ങനെ തന്നെയാണ്. അതായത് മന്ത്രിസ്ഥാനത്ത് തുടരാൻ സജി ചെറിയാനോ കഴിയുമോ എന്നതാണ് ചോദ്യം. സജി ചെറിയാൻ വ്യക്തിപരമായി എന്ത് തീരുമാനമെടുക്കും, അല്ലെങ്കിൽ മുഖ്യമന്ത്രി എന്ത് തീരുമാനമെടുക്കും, CPIM എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം എന്ത് തീരുമാനമെടുക്കും എന്നതാണ് ഇതിലേറ്റവും പ്രധാനം. മിക്കവാറും അക്കാര്യത്തിൽ അവർ ചെയ്യുക. അതായത് സജി ചെറിയാനെതിരെ ഒരു അന്വേഷണ ഏജൻസിയുടെ, സംസ്ഥാനത്ത് തന്നെയുള്ള ഒരു അന്വേഷണ ഏജൻസിയുടെ അന്വേഷണമാണ് ഇതിൽ നടക്കുന്നത്. ആ അന്വേഷണം വരുമ്പോഴാണ് ഇക്കാര്യത്തിൽ വീണ്ടും ഒരു അന്വേഷണം വരുമ്പോൾ, അതായത് സജി ചെറിയാൻ ആദ്യഘട്ടത്തിൽ അന്വേഷണം വരുന്ന സാഹചര്യത്തിലാണ് ആ ധാർമ്മികമായ പ്രശ്നം ഏറ്റെടുത്ത് സജി ചെറിയാൻ മാറി നിന്നത്. അങ്ങനെ മാറി നിൽക്കുമ്പോൾ രാജിവെച്ച 6 മാസത്തോളം മാറി നിന്നു. പിന്നീടാണ് അന്വേഷണ റിപ്പോർട്ടടക്കം വരികയും ചെയ്യുന്നത്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ മന്ത്രി ആ സ്ഥാനത്തേക്ക് തിരിച്ചെത്തുകയും ചെയ്തു. ഇക്കാര്യത്തിൽ CBI അന്വേഷണമോ സംസ്ഥാനത്തിന് പുറത്തുള്ള മറ്റേതെങ്കിലും ഒരു ഏജൻസിയുടെ അന്വേഷണമാണ് ഈ ഹർജിക്കാരൻ ആവശ്യപ്പെട്ടിരുന്നത്. അക്കാര്യത്തിൽ CBI അന്വേഷണത്തിനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഏജൻസിയുടെ അന്വേഷണത്തിനോ ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടില്ല. പക്ഷേ അതിനപ്പുറത്ത് സംസ്ഥാന ക്രൈംബ്രാഞ്ച് തന്നെ അന്വേഷിക്കണമെന്ന നിർദ്ദേശമാണ് നൽകുന്നത്. സംസ്ഥാനത്തെ ഒരു മന്ത്രിക്കെതിരെ സംസ്ഥാനത്ത് തന്നെ ഒരു അന്വേഷണ ഏജൻസി അന്വേഷണം നടത്തുമ്പോൾ എങ്ങനെ ആ സ്ഥാനത്ത് തുടരാൻ കഴിയുമെന്നൊരു ആക്ഷേപം ഒരുപക്ഷെ പ്രതിപക്ഷം തന്നെ അടുത്ത നിമിഷം ഉയർത്താൻ സാധ്യതയുണ്ട്. അതിനെ CPM എങ്ങനെ പ്രതിരോധിക്കുന്നു, മുഖ്യമന്ത്രി എങ്ങനെ പ്രതിരോധിക്കുന്നു, സജി ചെറിയാൻ എന്ത് മറുപടി നൽകും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും. കാരണം ഹൈക്കോടതിയിൽ നിന്നാണ് ഇത്തരം പരാമർശങ്ങൾ ഉണ്ടായിരിക്കുന്നത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ധാർമ്മികമായ ഒരു പ്രശ്നം മുൻനിർത്തി അല്ലെങ്കിൽ ആ ബാധ്യത ഏറ്റെടുത്ത് സജി ചെറിയാൻ രാജിവെക്കുമോ എന്നൊരു ചോദ്യമുണ്ട്. കാരണം ഭരണഘടനയെ മാനിക്കുന്നതല്ല സജി ചെറിയാൻ എൻ്റെ പ്രസ്താവന എന്നതാണ് ഏറ്റവും പ്രധാനമായി ഹൈക്കോടതി നിരീക്ഷിക്കുന്നത്. അതിൽ ഈ 4 വാചകങ്ങളാണ് അതിൽ നേരത്തെ ഈ പറഞ്ഞു വെച്ചിരുന്നത്. ഏറ്റവും പ്രധാനം ജനാധിപത്യം, മതേതരത്വം, കുന്തം, കുടച്ചക്രം എന്നെല്ലാം എഴുതി വെച്ചിരിക്കുന്നതല്ലാതെ സാധാരണക്കാരെ ചൂഷണം ചെയ്യുക എന്നത് മാത്രമാണ് ഇതിൻ്റെ ഉദ്ദേശം എന്നായിരുന്നു സജി ചെറിയാൻ്റെ പ്രസ്താവന. ഇതിൽ ജനാധിപത്യവും മതേതരത്വവും ഭരണഘടനയുടെ ആമുഖത്തിൽ പറയുന്നതാണ്. പക്ഷേ കുന്തവും കുടച്ചക്രവും എന്ന ആ പ്രയോഗം ഭരണഘടനയുടെ ആമുഖത്തിൽ പറയുന്ന ആ ജനാധിപത്യം, മതേതരത്വം എന്ന വാക്കുകളോട് അല്ലെങ്കിൽ അതിൻ്റെ ആശയങ്ങളോട് അതേപടി യോജിക്കുന്നതല്ല എന്നാണ് ഹൈക്കോടതി കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അത് ഒരു ഭരണഘടനയെ മാനിക്കുന്ന പ്രസ്താവനയല്ല എന്ന് ഹൈക്കോടതി നിരീക്ഷിക്കുകയും സജി ചെറിയാനെതിരെ പുനരന്വേഷണം വേണം എന്ന കാര്യം ഹൈക്കോടതി നിരീക്ഷിക്കുകയും ചെയ്യുന്നത്. നേരത്തെ പത്തനംതിട്ട പോലീസ്, മല്ലപ്പള്ളി പോലീസാണ് ഇക്കാര്യം അന്വേഷിച്ച് റിപ്പോർട്ട് നൽകിയതെങ്കിൽ സംസ്ഥാന പോലീസ് നേരിട്ടല്ല അന്വേഷിക്കുന്നത്. സംസ്ഥാന പോലീസിൻ്റെ തന്നെ പ്രത്യേക വിഭാഗമായ ക്രൈംബ്രാഞ്ചാണ് ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തുന്നത്. അത് കുറച്ചുകൂടി ഗൗരവതരമായ ഒരു അന്വേഷണമാണ്. ആ അന്വേഷണം നടക്കുമ്പോൾ അതിന്മേൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ അന്വേഷണ ഏജൻസി പോലീസ് പരിഗണിക്കാതിരുന്ന ഒരു കാര്യം, ഇതിൽ ഈ ദൃശ്യങ്ങളിൽ പറയുന്ന സമ്പൂർണ്ണമായ രീതിയിൽ അതിൻ്റെ ശാസ്ത്രീയ പരിശോധന അടക്കം നടത്തിയിട്ടില്ല എന്നൊരു വാദം ഹൈക്കോടതിയുടെ മുന്നിൽ. പക്ഷേ ശ്യാം, പ്രോസിക്യൂഷൻ അന്ന് സജി ചെറിയാന്റെ വാദമായി കോടതിയിൽ ഉന്നയിച്ചിരുന്നത് ഭരണഘടനയെ മുൻനിർത്തി തൊഴിലാളികൾക്കെതിരായ നീക്കം നടക്കുന്നുവെന്നും തൊഴിലാളി വിരുദ്ധമായ ഒരു സംവിധാനം പ്രവർത്തിക്കുന്നുണ്ടെന്നും ഭരണഘടനയെ ഉദ്ധരിച്ചുകൊണ്ട്, അഥവാ ഭരണഘടന അതിന് സഹായിക്കുകയാണ് എന്ന മട്ടിലാണ് പ്രതികരിച്ചത് എന്നാണ് പ്രോസിക്യൂഷൻ പറഞ്ഞത്. തൊഴിലാളി വിരുദ്ധമായ ഒരു സംവിധാനമാണ് ഭരണഘടനയിൽ ലക്ഷ്യമിടുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്ന രീതിയിലാണ് പ്രോസിക്യൂഷൻ ഈ തുടരന്വേഷണത്തെ എതിർത്തുകൊണ്ട് കോടതിയിൽ ഹർജി സമർപ്പിച്ചത്. എന്നാൽ അതാണ് ഇപ്പോൾ ഹൈക്കോടതി റദ്ദ് ചെയ്തിരിക്കുന്നത്. പ്രത്യക്ഷത്തിൽ തന്നെ കുന്തവും കുടച്ചക്രവും എന്ന് പറയുന്നത്, അതുകൂടാതെ തന്നെ ഭരണഘടന കൊള്ളയടിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണ് എന്നുള്ളതിലൊക്കെ ഭരണഘടന അവഹേളനമുണ്ട് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. പക്ഷേ ഏത് വകുപ്പ് ഉപയോഗിച്ചായിരിക്കും ഇങ്ങനെയൊരു കേസ് ചാർത്തുക? കാര്യം ഭരണഘടനയെ വിമർശിക്കാൻ പൗരന്മാർക്ക് അവകാശമുണ്ട് എന്നിരിക്കെ ഭരണഘടനയെ വിമർശിച്ചത് ഏതു ചട്ടം ഉപയോഗിച്ചായിരിക്കും അദ്ദേഹത്തെ ഇനി കുറ്റക്കാരനെന്ന് കണ്ടാൽ ശിക്ഷിക്കാൻ കഴിയുക? മന്ത്രിസഭാ സ്ഥാനത്ത് നിന്ന് അയോഗ്യനാക്കാമെന്നതല്ലാതെ. അതിൽ ഹൈക്കോടതി തന്നെ ഇക്കാര്യത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ദേശീയ ചിഹ്നങ്ങൾ ഉൾപ്പെടെയുള്ളവയെ അപമാനിക്കാതിരിക്കുക, അല്ലെങ്കിൽ അത്തരം ചിഹ്നങ്ങളെ മാനിക്കുക എന്നൊരു നിയമം രാജ്യത്തുണ്ട്. ആ നിയമത്തിൻ്റെ 2ാം വകുപ്പിൽ പെടുന്നതാണ്, 2ാം വകുപ്പിന് വിരുദ്ധമാണ് സജി ചെറിയാൻ്റെ ഈ പ്രസ്താവന എന്നാണ് ഹൈക്കോടതി ഈ ഉത്തരവിൽ നിരീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ദേശീയ ചിഹ്നങ്ങളടക്കമുള്ള കാര്യങ്ങളെ മാനിക്കുന്ന ആ നിയമം അതിൻ്റെ പരിധിയിൽ ഉൾപ്പെടുത്തിയാണ് സജി ചെറിയാനെതിരെ അന്വേഷണം നടത്തിയത്, അല്ലെങ്കിൽ അന്വേഷണം
മുന്നോട്ട് പോകുന്നത്, വീണ്ടും പുനരന്വേഷണം നടക്കുന്നത്, ക്രൈംബ്രാഞ്ച് അന്വേഷണം നടക്കുന്നത്. പക്ഷേ ഇത് അതീവ ഗുരുതരമായ കുറ്റകൃത്യത്തിന്റെ പരിധിയിൽപ്പെടുന്നതല്ല. ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് 2 വർഷത്തിൽ താഴെ മാത്രമാണ് ശിക്ഷ വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഇനി ഈ കേസിൽ ശിക്ഷിക്കപ്പെട്ടാലും മറ്റൊരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കരുത് എന്ന, അല്ലെങ്കിൽ അതിനുള്ള അയോഗ്യത സജി ചെറിയാന് കൈവരില്ല എന്നതാണ് മനസ്സിലാക്കുന്നത്. ഇതിൽ എനിക്ക് തോന്നുന്നത് എക്സിക്യൂട്ടീവ് ഓർഡറാണ് ഈ ദേശീയ സിംബലുകൾ അടക്കമുള്ള കാര്യങ്ങളുടെ കാര്യത്തിലുള്ളത്. ഒരു നിയമം പോലും ആ കാര്യത്തിൽ ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമുക്കതിന്റെ ആഴത്തിലേക്ക് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ പോലും അത് ഗൗരവമേറിയ ഒരു കുറ്റകൃത്യമല്ല. പക്ഷേ മന്ത്രിസ്ഥാനത്ത് നിന്ന് പുറത്തു പോകാൻ ഇത് ഒറ്റ കാരണം മതിയാകും അല്ലേ ശ്യാം? അത് ധാർമ്മികമായ ഒരു ചോദ്യമാണ് ഡോക്ടർ അരുൺ സജി ചെറിയാന് മുന്നിലുള്ളത്. നേരത്തെ സജി ചെറിയാൻ രാജിവെച്ചത് അത്തരമൊരു ധാർമ്മികമായ പ്രശ്നം ഏറ്റെടുത്തുകൊണ്ടാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ വിഷയത്തിലും അത്തരമൊരു ധാർമ്മികമായ ചോദ്യം ഉയർത്തി മന്ത്രിസ്ഥാനത്ത് നിന്ന് സജി ചെറിയാൻ മാറി നിൽക്കാൻ തയ്യാറാകുമോ എന്നതാണ് പ്രശ്നം. കാരണം ഒരു സ്റ്റേറ്റ് ഏജൻസി ഒരു മന്ത്രിക്കെതിരെ അന്വേഷണം നടത്തുമ്പോൾ അത് മന്ത്രിസഭാംഗമാണ് എന്നതുകൊണ്ട് തന്നെയാണ് അങ്ങനെ തുടരാനാകുമോ എന്നൊരു ചോദ്യം ഉയർത്തുന്നത്. എന്തായാലും ഇതിൽ വളരെ വലിയ പ്രതികരണങ്ങൾ ഇനി ഉയർന്നു വരേണ്ടതുണ്ട്. ഹൈക്കോടതി ഇക്കാര്യത്തിൽ വ്യക്തമാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണം എന്നത് ഭരണഘടനയെ മാനിക്കാത്ത പ്രസ്താവനയാണ് സജി ചെറിയാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് എന്ന ഒരു വിമർശനമാണ് ഹൈക്കോടതി വ്യക്തമാക്കുന്നത്. ഭരണഘടനയെ മാനിക്കുന്നതല്ല സജി ചെറിയാന്റെ പ്രസ്താവന എന്നാണ് ആ വാചകവും. മാത്രമല്ല പ്രോസിക്യൂഷൻ സജി ചെറിയാന്റെ മൊഴി രേഖപ്പെടുത്തി പോലീസ് നിലപാട് സ്വീകരിച്ചത് ഭരണഘടനയെ അപമാനിക്കുക എന്ന ഉദ്ദേശം ഇതിലില്ലായിരുന്നു എന്നതാണ്. കാരണം അത് എത്രത്തോളം ആ ഉദ്ദേശം ഉണ്ടായിരുന്നു എന്നൊക്കെ പിന്നീട് വിചാരണ കോടതിയോ മറ്റ് ഉയർന്ന കോടതികളോ ഒക്കെ വിചാരണ നടത്തി മാത്രം തെളിയിക്കേണ്ട ഒരു കാര്യവും കൂടിയാണ്. അത് പിന്നീട് വ്യക്തമാക്കേണ്ട ഒരു കാര്യമാണ്. അത് എത്രത്തോളമാണ് നിയമപരമായി നിലനിൽക്കുന്നത് എന്നൊരു ചോദ്യം. പക്ഷേ ഹൈക്കോടതി ഇക്കാര്യത്തിൽ വ്യക്തമാക്കുന്നത് ഈ കുന്തം കുടച്ചക്രം എന്ന് പറയുന്ന ഈ വാക്കുകൾ ഭരണഘടനയുടെ ആമുഖത്തിൽ പറയുന്ന ജനാധിപത്യം, മതേതരത്വം തുടങ്ങിയ വാക്കുകളോട് ചേർന്ന് നിൽക്കുന്നതല്ല. അതിന് വിരുദ്ധമായ സമീപനമാണ് ഇതിലുണ്ടായത് എന്നൊരു നിരീക്ഷണമാണ് ഹൈക്കോടതി നടത്തുകയും ചെയ്യുന്നത്. ഇക്കാര്യത്തിൽ അത് ഇന്ന് ഈ ദിവസം തന്നെ തെരഞ്ഞെടുത്തത് ഒരുപക്ഷെ ഇന്നലെ വരെ ഉപതെരഞ്ഞെടുപ്പായിരുന്നു. അത് സജി ചെറിയാനെതിരായ ഒരു നിലപാടായി ആയാൽ അത് ഏത് രീതിയിൽ ബാധിക്കും, അല്ലെങ്കിൽ ഒരു ജനാധിപത്യപരമായ പ്രക്രിയ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ അതിനെ ബാധിക്കരുത് എന്നൊരു നിർബന്ധ ബുദ്ധി കൂടി ഹൈക്കോടതിക്കുള്ളത് കൊണ്ടാകാം ഒരുപക്ഷെ ഇത്രയും ദിവസം വിധി വരാതിരുന്നതും ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് കഴിഞ്ഞതിന്റെ തൊട്ട് അടുത്ത ദിവസം തന്നെ അത്തരമൊരു വിധിന്യായമായി പുറത്തു വരുന്നതും അത് സജി ചെറിയാന് എതിരായിട്ടുള്ളൊരു നിലപാടായി മാറുന്നതും. എനിക്ക് തോന്നുന്നു ശ്യാം, കഴിഞ്ഞ ജൂലൈ മാസം 3-ാം തീയതി ഞായറാഴ്ച പത്തനംതിട്ടയിലെ മല്ലപ്പള്ളിയിൽ CPM-ന്റെ ഏരിയ കമ്മിറ്റി സംഘടിപ്പിച്ച ഒരു പ്രതിവാര പരിപാടിയിലാണ് അദ്ദേഹം ഇങ്ങനെയൊരു പ്രസ്താവന നടത്തിയത്. ഏകദേശം 50 മിനിറ്റ് 12 സെക്കൻഡ് സംസാരിച്ചതിൽ 2 മിനിറ്റാണ് ഭരണഘടനയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത്. അതിന് അദ്ദേഹം പിന്നീട് പറഞ്ഞ ന്യായീകരണം താൻ ഭരണഘടനയല്ല, ആ ഭരണഘടനയെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഭരണകൂടത്തിൻ്റെ തൊഴിലാളി വിരുദ്ധ സമീപനത്തെയും തൊഴിലാളി ചൂഷണത്തെയുമാണ് താൻ വിമർശിക്കാൻ ശ്രമിച്ചത് എന്നാണ്. ഭരണഘടനയിലെ മൗലികാവകാശങ്ങൾ ചുക്കും ചുണ്ണാമ്പുമാണെന്നും കുന്തവും കുടച്ചക്രവുമാണ് ഭരണഘടനയിലുള്ളതെന്നുമുള്ള പ്രസ്താവന അന്ന് വിവാദമായിരുന്നു. ജൂലൈ 3-ാം തീയതി നടത്തിയ പ്രസംഗത്തിന്റെ വീഡിയോ പാർട്ടിയുടെ തന്നെ ഫേസ്ബുക്കിൽ വന്നു. ആ ഫേസ്ബുക്കിൽ വന്നതിനെ തുടർന്നാണ് പിന്നീട് വലിയ വിവാദമാവുന്നതും മാധ്യമങ്ങൾ അത് ഏറ്റെടുക്കുന്നതും. 3-ാം തീയതി നടത്തിയ പ്രസംഗത്തിന്റെ പേരിൽ പിന്നീട് BJP-യും കോൺഗ്രസും പ്രതിപക്ഷവുമെല്ലാം ശക്തമായി രംഗത്ത് വരുന്നു. ജൂലൈ 6-ാം തീയതിയോടുകൂടി സജി ചെറിയാന് രാജിവെക്കേണ്ടി വരുന്ന സാഹചര്യവും ഉണ്ടാവുന്നു. അതിനുശേഷം ബൈജു നോയൽ എന്ന അഭിഭാഷകൻ നൽകിയ പരാതിയിൽ കേസന്വേഷണം ആരംഭിക്കുന്നു. എന്നാൽ അന്വേഷണത്തിൽ അദ്ദേഹം ഭരണഘടനയെ അപമാനിച്ചിട്ടില്ല എന്നും ഭരണകൂടത്തെ വിമർശിക്കാൻ ഭരണഘടനയെ വ്യാഖ്യാനിക്കുക മാത്രമാണ് ചെയ്തതെന്നുമുള്ള ഒരു വിചിത്രമായിട്ടുള്ള കണ്ടെത്തലിൽ എത്തുകയായിരുന്നു. അതിനെ തുടർന്ന് 6 മാസത്തിന് ശേഷം തിരിച്ച് ഹർജികൾ തീർപ്പാക്കിയതോടെ അദ്ദേഹം വന്നു. എന്നാൽ ബൈജു നോയൽ കൊടുത്ത പരാതി ഇപ്പോൾ ആ റിപ്പോർട്ടാണ് റദ്ദ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ക്രൈംബ്രാഞ്ചാണ് ഇനി അന്വേഷണം നടത്തുക. അങ്ങനെ ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തുമ്പോൾ മൊഴികളുടെ സാക്ഷി രേഖപ്പെടുത്തണം. അതിൽ 3 ചോദ്യങ്ങളുണ്ട്. 1, ഭരണഘടനയെ അവഹേളിക്കുക ഇന്റൻഷൻ ആയിരുന്നു എന്നുള്ളത്. 2, അതിൽ സാക്ഷിമൊഴികൾ. 3, ഇദ്ദേഹത്തിന്റെ ശബ്ദമടക്കം പരിശോധിച്ചുകൊണ്ട് വേണമല്ലോ കോടതിയിൽ റിപ്പോർട്ട് കൊടുക്കാൻ. ഇതൊന്നും ആദ്യഘട്ടത്തിൽ അന്വേഷണ ഏജൻസി ചെയ്തില്ല എന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് അല്ലേ ശ്യാം? ഡോക്ടർ അരുൺകുമാർ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പോലീസിന്റെ അന്വേഷണത്തിൽ വലിയ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്. അത് ഹൈക്കോടതി വിചാരണയുടെ അല്ലെങ്കിൽ ഈ വാദപ്രതിവാദത്തിനിടെ തന്നെ ഹൈക്കോടതി അത് പല ഘട്ടങ്ങളിലായി നിരീക്ഷിക്കുകയും ചെയ്തിരുന്നു. ശബ്ദ സാമ്പിളുകൾ ശാസ്ത്രീയമായി പരിശോധന നടത്തിയിട്ടില്ല, അല്ലെങ്കിൽ എല്ലാ വിഭാഗം മൊഴികളും മജിസ്ട്രേറ്റ് കോടതി പരിഗണിച്ചല്ല ഈ റെഫർ റിപ്പോർട്ട് അംഗീകരിക്കാനുള്ള തീരുമാനമെടുത്തത്. അത്തരം കാര്യങ്ങളെല്ലാം അതത് ഘട്ടങ്ങളിൽ തന്നെ ഹൈക്കോടതി വിമർശനമായി തന്നെ ഉന്നയിക്കുകയും ചെയ്തിരുന്നു. അതുകൂടി പരിഗണിച്ചതിന് ശേഷമാണ് ഹൈക്കോടതി ഇത്തരമൊരു നിലപാടിലേക്ക് എത്തിയിരിക്കുന്നത്. അതായത് പോലീസ് അന്വേഷണത്തിലെ വീഴ്ച, പാളിച്ചയാണ്
ഇത്തരമൊരു പുനരന്വേഷണത്തിലേക്ക് എത്തിക്കാനുള്ള സാഹചര്യം ഒരുങ്ങിയത് എന്ന് പറഞ്ഞാൽ അക്കാര്യത്തിൽ തെറ്റില്ല. അതാണ് ഹൈക്കോടതി പരിഗണിക്കുകയും ചെയ്തത്. മാത്രമല്ല, ഇക്കാര്യത്തിൽ വിശദമായ ഒരു വീഡിയോ ദൃശ്യങ്ങൾക്ക് ഹാജരാക്കാൻ ഹർജിക്കാരന് കഴിഞ്ഞിരുന്നില്ല. സംസ്ഥാന സർക്കാർ തന്നെയാണ് ഇതിന്റെ ഈ മുഴുവൻ വീഡിയോ ദൃശ്യങ്ങൾ നിങ്ങൾക്ക് ഹാജരാക്കാൻ കഴിയുമോ എന്ന് സംസ്ഥാന സർക്കാരിനോട് ചോദിച്ചിരുന്നു. സംസ്ഥാന സർക്കാരാണ് ആ വീഡിയോ ദൃശ്യങ്ങൾ നൽകിയതെന്നുമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൂടി പരിശോധിച്ചതിന് ശേഷമാണ്, അതായത് അന്ന് സജി ചെറിയാൻ സൂചിപ്പിച്ചിരുന്ന നേരത്തെ ഡോക്ടർ അരുൺകുമാർ പറഞ്ഞതുപോലെ ഇത് താൻ ഉദ്ദേശിച്ചത് ഭരണഘടനയെ അപമാനിക്കുന്ന ഒരു പ്രസ്താവനയല്ല. അത്തരം ഒരു ഉദ്ദേശം തൻ്റെ പ്രസ്താവനയിൽ ഉണ്ടായിരുന്നില്ല. താൻ നാടൻ ഭാഷയിൽ അല്ലെങ്കിൽ ഓണാട്ടുകര ഭാഷയിൽ സ്വാഭാവികമായ രീതിയിൽ അക്കാര്യം പറഞ്ഞതാണ്. തന്നെ മുന്നിലിരിക്കുന്നത് സാധാരണക്കാരായ ആളുകളാണ്, അവർക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് അക്കാര്യം പറഞ്ഞത് എന്ന കാര്യമാണ്. ആ വാദമാണ് പോലീസ് അംഗീകരിക്കുകയും അത് സജി ചെറിയാന്റെ മൊഴി രേഖപ്പെടുത്തുകയും പോലീസ് ആ നിലപാടിലേക്ക് മാറുകയും അത് റെഫർ റിപ്പോർട്ട് നൽകാൻ അടിസ്ഥാനപരമായ കാരണമായി സ്വീകരിക്കുകയും ചെയ്യുകയായിരുന്നു ചെയ്തിരുന്നത്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് മജിസ്ട്രേറ്റ് കോടതി ആ അന്വേഷണ റിപ്പോർട്ട് അംഗീകരിക്കുന്നത്. ഒപ്പം പ്രതിപട്ടികയിൽ നിന്ന് അല്ലെങ്കിൽ അന്വേഷണം അവസാനിപ്പിക്കാനുള്ള പോലീസിന്റെ നടപടി മജിസ്ട്രേറ്റ് കോടതി അംഗീകരിക്കുന്നത്. പക്ഷേ അതിനെതിരെയാണ് അഭിഭാഷകനായ ബൈജു എം നോയൽ ഹൈക്കോടതിയെ സമീപിക്കുന്നത്. ബൈജു എം നോയൽ ഇക്കാര്യത്തിൽ ആവശ്യപ്പെട്ടിരുന്നത് ഇത് CBIയുടെ അന്വേഷണം വേണം, അല്ലെങ്കിൽ സംസ്ഥാനത്തിന് പുറത്തുള്ള മറ്റേതെങ്കിലും ഒരു സംസ്ഥാന സർക്കാരിൻ്റെ ഏജൻസി അന്വേഷിക്കണം എന്ന കാര്യമാണ്. പക്ഷേ ആ വാദം ഹൈക്കോടതി തള്ളിയിരിക്കുന്നു. ഹൈക്കോടതി ഇക്കാര്യത്തിൽ പറഞ്ഞത് ഇത്തരമൊരു ഹർജി നൽകാൻ ബൈജു എം നോയൽ എന്ന അഭിഭാഷകന് അവകാശമുണ്ട് എന്ന കാര്യം ഹൈക്കോടതി അംഗീകരിക്കുകയും ചെയ്തു. ഹൈക്കോടതിയുടെ മുന്നിലുണ്ടായിരുന്ന ഒന്നാമത്തെ ചോദ്യം അതാണ്. അതിനുശേഷമാണ് മറ്റു കാര്യങ്ങളിലേക്ക് ഹൈക്കോടതി കടക്കുകയും ചെയ്തത്. എന്തായാലും ഇത് സജി ചെറിയാൻ തിരിച്ചടിയാണ്. സജി ചെറിയാനെതിരെ പുനരന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നു. അത് ക്രൈംബ്രാഞ്ച് തലത്തിലുള്ള അന്വേഷണമാണ് നടക്കുക. അക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് അന്വേഷണ സംഘത്തെ രൂപീകരിക്കേണ്ടത്, അന്വേഷണ സംഘത്തെ നിയോഗിക്കേണ്ടത് സംസ്ഥാന പോലീസ് മേധാവിയാണ്. സംസ്ഥാന പോലീസ് മേധാവിക്കാണ് ഹൈക്കോടതിയുടെ ഏറെ പ്രധാനപ്പെട്ട ഒരു വിധിയാണ്. സജി ചെറിയാൻ ഇനി മന്ത്രിസഭയിൽ തുടരാൻ കഴിയുമോ എന്നുള്ളതാണ് ചോദ്യം. സാങ്കേതികമായി അദ്ദേഹത്തിന് തുടരുന്നതിന് ബുദ്ധിമുട്ടില്ല എങ്കിലും നേരത്തെ തന്നെ അദ്ദേഹം കഴിഞ്ഞ ജൂൺ മാസം 6-ാം തീയതി 2023 ഈ വിവാദമായ പ്രസംഗത്തെ തുടർന്ന് രാജിവെക്കേണ്ടി വരുന്ന ഒരു ഘട്ടം, അതേ ധാർമ്മിക പ്രശ്നം വീണ്ടും ഉയർന്നിരിക്കുന്നു. തനിക്കെതിരെയുള്ള ഒരു കേസ്, ഭരണഘടനയെ അവഹേളിച്ചു എന്ന പേരിലുള്ള കേസ്, അത് റദ്ദാക്കാൻ കഴിയില്ല. അന്വേഷണ റിപ്പോർട്ട്, ഈ കേസ് റദ്ദാക്കിക്കൊണ്ടുള്ള അന്വേഷണ റിപ്പോർട്ടാണ് ഇപ്പോൾ ഹൈക്കോടതി അവസാനിപ്പിച്ചിരിക്കുന്നത്.